ആദ്യമേ തന്നെ യോഗത്തിന്റെ അധ്യക്ഷൻ ഞങ്ങളെല്ലാം കൊണ്ടു നടക്കണം. ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന പോലെ ഞങ്ങളെല്ലാം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാജു ചേട്ടൻ ഒരു ജ്വല്ലറാണ്. അതിൽ ഉപരിയായിട്ട് ജീവധാര റീനൽ കെയർ ഫൗണ്ടേഷന്റെ ചെയർമാനാണ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് സാജു ചേട്ടൻ ആഗ്രഹിക്കുന്നത്. സാജു ചേട്ടനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത തവണ മന്ത്രി ആയാലും ഞങ്ങളുടെ ഈ ഫംഗ്ഷനിൽ വരണം. ആ സമയത്ത് തിരക്കാന്ന് പറയരുത്. ഞങ്ങളുടേതായ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവും. ആശംസകളും സ്വാഗതം ചെയ്യും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അസോസിയേറ്റഡ് ആണ് ജീവധാര ഫൗണ്ടേഷനും ഡിസ്റ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ പ്രിൻസിപ്പലായ ഫാദർ ജോണി ചാക്കോ മംഗലത്തിനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു കവി കൂടിയാണ്, കലാകാരനാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ ദിവസം അയൽവാസി അസോസിയേഷന്റെ ഒരു ക്ലാസ് എടുക്കാൻ സാർ എത്തിയിരുന്നു. അപ്പോൾ സാർ ഇവിടേക്ക് വരാൻ വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞു. സാറിനും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പാസ്സായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുമ്പോഴും ചെറിയൊരു അസൂയുണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെക്കാൾ അധികം നിങ്ങൾ പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്നത് പാരന്റ്സും നിങ്ങളുടെ സിബ്ലിംഗ്സും ആയിരിക്കും, മനസ്സിലായല്ലോ? അപ്പോൾ അവരുടെ എഫേർട്ട് ഇവിടെ വന്നിരിക്കുന്നവര് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഫംഗ്ഷന്റെ ഉദ്ഘാടകനായിട്ട് ചേർന്നിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾ അങ്കമാലിക്കാരും ഒരു മധുരയെ പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം MLA ശ്രീ GF ജോൺ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ മംഗലത്ത്, അദ്ദേഹവുമായിട്ട് വേറെ ഒത്തിരി ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ജീവധാരയുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. കഴിഞ്ഞ മാരത്തോൺ ഞങ്ങൾ ആ കോളേജിൽ വെച്ചാണ് നടത്തിയത്. 100% അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ടായി. പ്രിയപ്പെട്ട മോട്ടിവേറ്റഡ് സ്പീക്കർ ആയിട്ടുള്ള ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് വിപിൻ, വിൻസൻ, ജാക്സൺ, ജോഷി തെരിയൻ, ജോസ്പോൾ, മറ്റ് ഫാക്കൽറ്റീസ്, നോൺ ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട സുപ്രസിദ്ധ ചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കാം. അദ്ദേഹം പറഞ്ഞൊരു വാചകം, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നതുമായത് അത് നോളജാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനാണ്. ജീവിത അവസാനം വരെ അല്ലെങ്കിൽ മരണം വരെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് റിട്ടേൺ ലഭിക്കും. നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്, ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. ജീവിത അവസാനം വരെ റിട്ടേൺ ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയിൽ വിജയികളായിട്ട് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ തവണയും ഞാൻ ഈ ഗുരുകുലത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട്, വളരെയധികം കഷ്ടപ്പെട്ട് രാവിലെ 6 മണി മുതൽ 10 മണി വരെ ഇരുന്ന് പഠിച്ച് വർഷങ്ങളോളം മെനക്കെട്ട് ഒക്കെ സ്വന്തം ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിഞ്ഞു വെച്ചാണ് നിങ്ങൾ എല്ലാവരും ഇത് നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ അർഹിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവരെയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ എല്ലാവരും പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരായ വിപിനും, ജാക്സണും, ഡെവിസാറും, മിനിമിസും ഒക്കെയാണ്. ഇവരുടെ കഠിനമായ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനൊരു നല്ല റിസൾട്ടുമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ റൂറൽ അക്കാദമിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ദേ ആർ നോട്ട് ടീച്ചേഴ്സ്, അവരൊരു പാഷനായിട്ട് എടുത്തേക്കാണ്. ടീച്ചിങ് ഇസ് എ പാഷൻ, നോട്ട് എ പ്രൊഫഷൻ എന്ന രീതിയിൽ ഈ സ്ഥാപനത്തെ കൊണ്ടു നടക്കുന്ന ഇവരല്ലേ നിങ്ങളെ മോൾഡ് ചെയ്തത്. നിങ്ങളെ ഈ ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യിപ്പിച്ചതും പഠിപ്പിച്ചതും ഈ നിലയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും ഇവരല്ലേ. ഇവർക്ക് ഒരു അപ്രിസിയേഷൻ ആവുന്നല്ലേ. മൂന്നാമത് ആരാണ്? പ്രിയപ്പെട്ട മൂന്നാമത് പാരന്റ്സ്. കറക്റ്റ്. മൂന്നാമത് പാരന്റ്സ് ആണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള പല പാരന്റ്സ് എനിക്കറിയാവുന്നതായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വിയർപ്പ് നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നവരാണ്. അവരാണ് ചെറുപ്പത്തിലേ മുതൽ നിങ്ങൾ
നോക്കി വളർത്തി ഇന്നത്തെ നിലയിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം പല പാരന്റ്സിന്റെയും മുഖത്തെ സന്തോഷമുണ്ട്. അവർക്കും കൊടുക്കും ഒരു സന്തോഷമായ. നാലാമതാണ് നേരത്തെ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞത്, സമൂഹവും രാജ്യവും അല്ലെ. ഒരു 50 വർഷം വരെ 75 വർഷം മുമ്പാണ് നിങ്ങൾ ആരെങ്കിലും സ്വീകാരാവുമായിരുന്നോ? ഇല്ല. ആവുമായിരുന്നോ? ഇല്ല. എന്താണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിച്ചത്? നമ്മുടെ സമൂഹമാണ്, നമ്മുടെ രാഷ്ട്രമാണ്. അത്രമാത്രം മാറ്റം സംഭവിച്ചിരിക്കുന്നത്. സ്കൂളുകൾ വന്നു, കോളേജുകൾ വന്നു, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വന്നു. ഇതെല്ലാം എങ്ങനെയുണ്ടായി? ഈ സമൂഹത്തിന്റെ വളർച്ചയോടുണ്ടായത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? സമൂഹത്തോടാണ്. ഈ സമൂഹം വളർന്നില്ലായിരുന്നെങ്കിൽ നമ്മളും വളരില്ലായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമൂഹത്തോടുള്ള ബാധ്യതകളും നമുക്കുണ്ട്. ഈ നേരത്തെ ജീവധാര ഫൗണ്ടേഷൻ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് ഈ സമൂഹത്തോടുള്ള ബാധ്യത നമ്മുടെ ബുദ്ധിയായാലും ശക്തിയായാലും ധനമായാലും ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ല, ഈ സമൂഹത്തോട് അവകാശപ്പെട്ടതാണ്. നാം ഒരല്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അമ്മ ചോറെടുത്ത് വയ്ക്കുന്നു, പ്ലേറ്റിൽ ചോറെടുത്ത് വയ്ക്കും അമ്മ. ഈ കഞ്ഞി ചോറോ ഉണ്ടാക്കാണ്ട് എത്രമാത്രം നൂറുകണക്കിന് ആളുകൾ അതിന്റെ പിറകിൽ കൊടുത്തില്ലേ? നമ്മുടെ ഇവിടെ 50 രൂപയാണോ അതിന്റെ വില? അല്ലെങ്കിൽ നാം ഇട്ട ഡ്രസ്സ് എത്രയോ ആളുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ സമാധാനം കാര്യം എല്ലാം നമുക്ക് ലഭിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്. അപ്പോ ഈ സമൂഹമാണ് നമ്മളെ ഇന്ന് നിലനിർത്തിച്ചത്. അപ്പോ ഇന്നലെ ഒരു പ്രസംഗത്തിൽ കേട്ട പോലെ നമ്മുടെ നാം ഈ സമൂഹത്തിന്റെ വിളക്ക് മരമാവുക. ആദ്യമൊക്കെ പറഞ്ഞത് വിളക്ക് കാലാവുക എന്നുള്ളതായിരുന്നു. അവ വെളിച്ചം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വിളക്ക് മരമായാലോ ആ മരം വെളിച്ചം നൽകുന്നു, കടൽ നൽകുന്നു, മനോഹരമായ സൗരഭ്യം നൽകുന്നു, കായ്കനികൾ നൽകുന്നു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സമൂഹത്തിന് വേണ്ടതെല്ലാം നൽകി വിളക്കും മരങ്ങളായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ്. ഇല്ല ഇവിടെ സ്റ്റുഡന്റ് അക്കാദമിയുടെ എല്ലാവരുമായ ചെയർമാൻ ബഹുമാനപ്പെട്ട ജോണി ചാക്കോ ഫൗണ്ടർ പ്രിയപ്പെട്ട ബിപിൻ വിൻസൻ, ഇന്നിവിടെ താമസക്കാരായിട്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശ്രീ ജോഷി ദേവി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തെ വ്യക്തമായ നമസ്കാരം. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നിങ്ങളെല്ലാവരും ഈ കോൺവോക്കേഷന് തയ്യാറായി ഈ ഗൗണും ക്യാപ്പും ഒക്കെയാണ് ഇനി ഇവിടെ ഇരിക്കുന്നത് എന്നറിയുന്നത്. എത്രയോ നാളത്തെ നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു CA-കാരനായ CA-കാരിയാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊരു കാര്യമില്ല. ആ പരീക്ഷ പാസ്സായി വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടൊരു കാര്യമാണ്. അപ്പോ എല്ലാവർക്കും സാധിക്കാത്ത, അപൂർവം ആളുകൾക്ക് സാധിക്കുന്ന ഒരു നേട്ടം സ്വയം കഠിന പ്രയത്നത്തിലൂടെ ഈ സ്റ്റുഡന്റ് അക്കാദമിയുടെ സഹായത്തോടെ നേടിയെടുത്തവരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ വിജയികളായ നിങ്ങളെല്ലാവരെയും ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കാണ്. നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഏറ്റവും അധികം മനസ്സിലാക്കുന്നവരാണ് മലയാളികൾ എന്ന് ഞാൻ പറയും.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. നമ്മളെല്ലാവരും ജനിക്കുന്നതും അല്ലെങ്കിൽ ജീവിക്കുന്നതുമായ സാഹചര്യങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള പരിമിതികളിലും പലതരത്തിലുള്ള വ്യത്യസ്തതകളും ഒക്കെ ഉണ്ട്. നമ്മൾ എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരായിരിക്കണമെന്നില്ല, എല്ലാവർക്കും ഒരേ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലമായിരിക്കണമെന്നില്ല. നമ്മൾ പലതരത്തിലുള്ള പോരായ്മകളും പരിമിതികളും ഒക്കെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ അനുഭവിക്കുന്നവരായിരിക്കും. നമ്മുടെ എല്ലാ പരിമിതികളെയും കുറവുകളെയും ഒക്കെ അതിജീവിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് കയറാൻ വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളിലുള്ള എല്ലാ കുറവുകളും പരിമിതികളും പരിഹരിക്കുവാനായിട്ട് വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നതാണ്. ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പലരും പറയുക അവർക്കൊരു തൊഴിലാളിയാവുക എന്നതിനേക്കാൾ ഉപരിയായി അങ്ങനെ ഒരു സ്വയം സംരംഭകനാകാൻ സാധിക്കും, ഒരു തൊഴിൽ ദാതാവാകാനായിട്ട്, ഒരു എംപ്ലോയർ ആവാനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇന്ന് ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും നമുക്ക് അതിന്റെ ബിസിനസ്, അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റുമായിട്ടുള്ള ടാക്സ് റിട്ടേൺസ് ഫൈലിംഗ് എല്ലാം കുറെ ട്രാൻസ്പെറന്റ് ആയി വരുന്ന ഒരു കാലമാണ്. കൂടുതൽ ആളുകൾ ടാക്സ് നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ GST നെറ്റ്വർക്കിലേക്ക് കടന്നു വരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നിരവധിയായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സേവനം നമ്മുടെ നാട്ടില് കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോ നല്ല രീതിയിൽ ജോലി എടുക്കാൻ സാധിച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനോട് നിങ്ങൾക്ക് നല്ല ആത്മാർത്ഥത പുലർത്താൻ സാധിച്ചാൽ ഒത്തിരി സാധ്യതകളുള്ള, പൊട്ടൻഷ്യലുള്ള ഒരു ഫീൽഡിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള പണം സമ്പാദിക്കാനും ആഗ്രഹിക്കുന്ന നിലയിലുള്ള അംഗീകാരം സമൂഹത്തിൽ നേടിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. അതുമല്ല, ഈ ഒരു മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും താഴ്ന്നു പോകില്ല. ഇതിലുള്ള സാധ്യതകൾ കൂടി വരത്തേയുള്ളൂ. കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ആ അവസരങ്ങളൊക്കെ തേടിപ്പിടിക്കുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നിങ്ങൾക്ക് ഈ പ്രൂഡന്റ് അക്കാദമി വലിയൊരു പിന്തുണയാണ് നൽകുന്നത്. ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഇതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ CA പാസ്സായും അതുപോലെ ഇന്റർമീഡിയറ്റ് പാസ്സായും ഫൈനൽ പാസ്സായവരും ഒക്കെ നമ്മുടെ നാട്ടില് ഒത്തിരി പേരെ അതുപോലെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ്. അപ്പോൾ ഇനിയും ഈ സ്ഥാപനത്തിന് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. വരും വർഷങ്ങളില് കൂടുതൽ വിദ്യാർത്ഥികളെ ഇതുപോലെ അവരുടെ പരീക്ഷകൾ അല്ലെങ്കിൽ ഫൈനൽ പാസ്സായി പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഇത്രയും ഭംഗിയായി ഇത് സംഘടിപ്പിക്കാൻ സന്നദ്ധമായ പ്രൂഡന്റ് അക്കാദമിയെയും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും, വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മാതാപിതാക്കളെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അവരുടെ മക്കള് ഇതുപോലെ ഒരു ഗ്രാജുവേഷൻ പേരന്റിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒത്തിരി കഠിന പ്രയത്നവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാലോചിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സാജി ചാക്കോ അവർ, സ്ഥലം MLA റോജി M. ജോൺ, അതുപോലെ തന്നെ മോട്ടിവേഷണൽ ടോക്ക് നടത്തിയ മധുകുട്ടൻ സാർ, ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ വിപിൻ, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, വിജയികളായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അവരുടെ മാതാപിതാക്കൾ, സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി CA എന്ന കടമയെല്ലാം കടന്ന് ഈ നെറ്റിപ്പട്ടൊക്കെ കെട്ടി കിരീടെല്ലാം വെച്ച് ഇരിക്കുന്ന CA ഫൈനൽസിന് എല്ലാവരുടെ പേരിൽ അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻ. അതുപോലെ തന്നെ ഇതിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ബിഗിനേഴ്സ് അങ്ങനെയുള്ളവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. What you are is God's gift and what you become is your gift to God എന്ന് പറയാറുണ്ട്. നമ്മുടെ മനോഹരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടു മധുകുട്ടൻ സാറിന്റെ. നിങ്ങൾ പല പ്രതിസന്ധികളും തരണം ചെയ്ത് ഇവിടെ എത്തിയവരാണ്. ഇന്ന് പിഞ്ചരിക്കുന്ന ഒരു മുഖമായി
അഭിമാനത്തോടു കൂടി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു യാതനയുടെയും കഠിനാധ്വാനത്തിന്റെയും ഒരു കഥയുണ്ടല്ലോ. ഈ വിഷയത്തിൽ പറഞ്ഞതുപോലെ if winter is near can spring thee far off. നമുക്ക് ശൈത്യകാലം അസഹനീയമാണ്, ശൈത്യകാലം ഉള്ളിടത്ത്. പക്ഷേ അതിനപ്പുറം ഒരു മൺസൂൺ ഉണ്ട്, അല്ലെങ്കിൽ സ്പ്രിംഗ് ഉണ്ട്, നല്ല വസന്തമുണ്ട് എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നയിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകും. അപ്പോൾ വലിയ പ്രഭാഷണത്തിന് മുഖ്യ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ മുഖ്യ പ്രഭാഷണം നടത്തി മണിക്കൂറുകളോ ഒത്തിരി സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തേജനം എല്ലാം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ ഹ്രസ്വമായിട്ട് 2 വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. രാമുഭംഗി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. എല്ലാ പ്രാവശ്യവും പരീക്ഷകൾ കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ അവന്റെ അച്ഛൻ അവനൊരു നല്ല സമ്മാനം വാങ്ങിച്ചു കൊടുത്തു. അവന്റെ +2 പരീക്ഷയ്ക്ക് അച്ഛൻ അവന് കൊടുത്ത വാക്ക്, നീ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു തന്നാൽ നീ പറയുന്ന സമ്മാനം ഞാൻ വാങ്ങിച്ചു തന്നോളാം എന്നുള്ളതായിരുന്നു. പക്ഷേ അച്ഛന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ അവൻ വാങ്ങിച്ചത്, അവൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. അപ്പൊ അന്ന് വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൻ അച്ഛന്റെ വണ്ടിയിലേക്ക് ഓടിച്ചെന്നു. എന്താണ് സമ്മാനം എന്നറിയാനായിട്ട് നോക്കിയപ്പോൾ ആ വണ്ടിയുടെ സീറ്റിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം പൊതി ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ നൂലുകളെല്ലാം അഴിച്ചു, നിറപ്പകിട്ടുള്ള പേപ്പറുകളെല്ലാം അഴിച്ചു. അവസാനം തുറന്നു നോക്കിയപ്പോൾ ഒരു തടിച്ച ബുക്കാണ് അവർ കിട്ടിയത്. ഗീത, ഭഗവത്ഗീതയുടെ ഒരു കോപ്പിയാണ്. അവൻ ദേഷ്യം വന്നു, അതെടുത്ത് വലിച്ചെറിഞ്ഞു, അത് മുറ്റത്തേക്ക് വീണു. എന്നിട്ട് അവന്റെ മുറിയിൽ പോയി അവന് സ്വന്തമായിട്ടുള്ള വസ്ത്രവും ബുക്കും എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങി. നിറ കണ്ടോട് അവന്റെ അച്ഛൻ അത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വീട് വിട്ടിറങ്ങി അവൻ എവിടെയോ പോയി പഠിച്ചു വളർന്നു, CA ഒക്കെ എടുത്തു, വലിയ പ്രതാപിയായി, പണക്കാരനായി. വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ അവൻ മുന്നോട്ട് പോയി. 10-20 വർഷങ്ങൾ കഴിഞ്ഞ് അവനൊരു മെസ്സേജ് കിട്ടി, അവന്റെ അച്ഛൻ മരിച്ചു. അവൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അച്ഛന്റെ ചലനമറ്റ ശരീരം കാണാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ഒത്തിരി മനുഷ്യർ ആ ശോഭനത്തിന് ചുറ്റും നിൽക്കൊണ്ട് അവന്റെ കാലിൽ നിന്ന് അവന്റെ സെക്രട്ടറി ഒരു പൂച്ചന്റെ അടുത്ത് ഒരു റീത്ത് എടുത്ത് കൊടുത്തു. അത് അച്ഛന്റെ കാൽച്ചുവട്ടിൽ വെച്ചു. എന്നിട്ട് ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. അവന് വലിയ പരിചയമൊന്നുമില്ല. 10-20-22 വർഷം മുമ്പ് വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. അവിടെ ഇരിക്കുന്ന സഹപാഠികളെ കുറിച്ചോ ബന്ധുക്കളെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയും ഒരു മുഖപരിചയവും ഇല്ലാത്ത രീതിയിൽ ചുറ്റും നോക്കിയിട്ട് അവൻ മുറിയിലേക്ക് കടന്നുപോയപ്പോൾ അവന്റെ അച്ഛന്റെ പണമുള്ള മുറിയിൽ കടന്നപ്പോൾ അവിടെ തടിച്ച മേശപ്പുറത്ത് തടിച്ച കണ്ണാടിയുടെ അടിയിൽ ഒരു ചെറിയ കുറിപ്പ് ഇരിപ്പുണ്ടായിരുന്നു. നിന്റെ ആദ്യത്തെ വികാര പ്രക്ഷോഭത്തിൽ അതിനടിയിലുള്ള വലിയ സന്തോഷം നിനക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്റെ മകൻ രാമു എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു. ആ തടിച്ച പുസ്തകത്തിന്റെ അടിയിൽ നീ ആഗ്രഹിച്ച ഏറ്റവും വലിയ സമ്മാനം, അന്ന് അവൻ ചോദിച്ചത് എന്തായിരുന്നു? ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്പോർട്സ് ബൈക്കായിട്ടുള്ള മുൻകിയുടെ ഒരു ബൈക്കായിരുന്നു. അതിന്റെ കീ ആ കവറിന് ആ പുസ്തകത്തിന്റെ അടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. നിന്റെ ആ വികാര തടലിൽ, നിന്റെ ദേഷ്യത്തില് അത് കാണാനുള്ള കണ്ണു നിനക്കുണ്ടായില്ലല്ലോ. ഈ പേപ്പറിന്റെ കഷ്ണം പിടിച്ച പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ബൈക്ക് അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന വഴിയിലൊക്കെ നിങ്ങളുടെയൊക്കെ വിജയങ്ങൾ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക, കുടുംബത്തോട് ചേർത്ത് വയ്ക്കുക, ഈ സമൂഹത്തോട് ചേർത്ത് വയ്ക്കുക. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ചേട്ടന്റെ പെരിയന്മേ ജനവികാരം എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു വികാരത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളെ തന്നെ കുറിച്ചൊരു വികാരം, സമൂഹത്തെ കുറിച്ചുള്ള ഒരു വികാരം, കുടുംബത്തെ കുറിച്ചുള്ള ഒരു വികാരം നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി നിങ്ങളുടെ കൈവശമുണ്ട്. അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഈ നാടിനെ അക്കൗണ്ടബിൾ ആക്കുക, ഓഡിറ്റിങ്ങിലൂടെ അതിനെ അക്കൗണ്ട് ആക്കുക. ഒത്തിരി കളവുകളുടെ കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹം സുരക്ഷിതമാകട്ടെ. സ്വാർത്ഥം മാത്രമല്ല നമ്മുടെ ലക്ഷ്യമെന്നുള്ള ആ ചിന്ത അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളുടെ ലോകം വളരട്ടെ, നാട് നന്നാവട്ടെ, കുടുംബം നന്നാവട്ടെ. അതിനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വിജയങ്ങൾക്ക് എല്ലാവർക്കും വിജയങ്ങൾ നേരുന്നു. ഈ ബ്രോഡൻ അക്കാഡമിക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ഇതിന്റെ ചെയർമാനായിരിക്കുന്ന ഷാജി സാർ വലിയ ബിസിനസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഈ ജനവികാരം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത എപ്പോഴും കൂടുതലുള്ള ഒരു വ്യക്തിയാണ്.
അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും കാൻഡിഡേറ്റ്സിനൊക്കെ ആ ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഈ പ്രസ്ഥാനത്തിന് സ്റ്റുഡന്റ് അക്കാഡമിക്ക് എല്ലാവരും വിജയങ്ങളും ഭാവങ്ങളും നേരുന്നു. ഒരിക്കൽ കൂടി വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.